ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മഴയൊക്കെ നിറഞ്ഞ ഒരു ദിവസമാണ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയുള്ള സ്റ്റഡി പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞു. എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എക്സാം വളരെ പാടായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഒരു 60 മാർക്കൊക്കെയാണ് കിട്ടിയത്. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എനിക്ക് ശരിക്കും ഒരു 69 ഇത്രയും മാർക്കുണ്ടായിരുന്നു. പക്ഷേ കുറേ നെഗറ്റീവാണ് എനിക്ക് എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഞാൻ അന്ന് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം 10th പ്രിലിംസ് അല്ലേ, അത് എഴുതിയപ്പോഴത്തേക്കും വളരെ നെഗറ്റീവ് കുറവായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ലിസ്റ്റിലൊക്കെ വന്നത്, അതായത് പ്രിലിംസ് പാസ്സായത്. അപ്പോൾ എന്തായാലും മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് കുറയ്ക്കുക എന്നതാണ്. എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ. ഒരുപാട് എക്സാംസ് ഒക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് വന്നാലേ നമുക്കത് പതിയെ കുറയ്ക്കാൻ പറ്റുക. പിന്നെ നമ്മളൊരു പ്രത്യേക ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ക്വസ്റ്റ്യനും അവസാനം നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് കറപ്പിക്കാൻ നോക്കും. ആ ഒരു ഇത് കാരണം എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഇത്തവണ വന്നായിരുന്നു. കാരണം ഇതായിരിക്കും, അതായത് 2 ഓപ്ഷൻ ആയിരിക്കില്ല എന്നറിയാം, പിന്നെ ഉള്ളത് 2 ഓപ്ഷനാണ്. അപ്പോൾ ആ 2ലും ഒരെണ്ണം കറക്കി കുത്തും. പക്ഷേ അത് നിർഭാഗ്യവശാൽ നെഗറ്റീവായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞു. ഇനി അതും ഓർത്തിരുന്ന് നമുക്ക് സമയം കളയാനില്ല. അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, പലരും പറഞ്ഞിട്ടുണ്ട് ഈ തൊഴിൽ വീതി PSC ബുള്ളറ്റിനൊക്കെ എങ്ങനെ വായിച്ച് തീർക്കുമെന്ന്. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഇന്നിപ്പോൾ പുതുതായിട്ട് വന്ന തൊഴിൽ വീതിയുണ്ട്, പിന്നെ 2-3 ദിവസം മുന്നേ വന്ന PSC ബുള്ളറ്റിനും ഉണ്ട്. ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തു. ഇതിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ പരസ്യമുള്ള പേജസ് റിമൂവ് ചെയ്യും. ഇതെനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് നമുക്ക് ഒരുപാട് പേജ് ഉണ്ടല്ലേ ഓൾറെഡി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പരസ്യമുള്ള പേജസ്, പ്രത്യേകിച്ച് തൊഴിൽ രീതിയിലൊക്കെ പരസ്യം, പിന്നെ നമ്മുടെ ഈ ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന ആ ഒരു പേജ് നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഈ ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. എങ്കിലും ആദ്യം ഇതൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കുക. അത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് PSC ബുള്ളറ്റിൻ പിന്നെ ഒരു 7 പേജാണ് വരുന്നത്. തൊഴിൽ വാർത്തയായാലും പേജ് നന്നേ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അതൊന്ന് കീറി മാറ്റിയ ശേഷം ഒന്ന് വായിച്ച് നോക്കാം. കാരണം ആ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമല്ലോ, പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസും അതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒരു 15 മിനിറ്റ് ഇരുന്ന് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഓട്ടിച്ച് നോക്കിയാൽ നമുക്ക് ഒരുവിധം കത്തും. എന്നിട്ട് അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് പിൻ ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ഒരു പേജിൻ്റെ ഡബിൾ സൈഡിൽ മറ്റേ സൈഡിൽ അതുണ്ടോ എന്ന് നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഷീറ്റ് ഇങ്ങനെ കീറുമ്പോൾ നമുക്ക് അപ്പുറത്തെ പേജ് നമുക്ക് അവിടെയും ഇത് വരുവാണല്ലോ. അപ്പോൾ നമുക്കത് പിൻ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്റ്റാപ്ലർ ചെയ്തൊന്ന് പിൻ ചെയ്യുക. പിന്നെ ഫ്രണ്ട് പേജ് നമുക്ക് ആവശ്യമില്ല, അതും കളയാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ് അറിയാൻ വേണ്ടി അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഡേറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് എഴുതി വെച്ചാൽ ഇന്ന ഇതാണെന്ന് ഓർക്കാം. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് പേജിൻ്റെ ആവശ്യമില്ല, അതും കളയുക. നമുക്ക് എന്തുമാത്രം ഇതിൽ നിന്ന് കളയാൻ പറ്റും അതൊക്കെ കളയുക. അപ്പോൾ നമുക്ക് വേണ്ടാത്ത പോസ്റ്റ്, ഇപ്പോൾ പോലീസ് പോസ്റ്റ് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവരുടെ സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്ന പേജസ് നമുക്ക് വേണ്ട, അത് നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ ഇതിനെ ചെറുതാക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം എടുത്തിട്ട് മാക്സിമം കവർ ചെയ്യാൻ ആണ് മുമ്പ് നോക്കിക്കൊണ്ടിരുന്നത്. അതെനിക്ക് ഒരുവിധം സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. അത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അതിനുവേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഇത് വായിക്കുക. ഇത് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് 1-2 ദിവസം നമുക്ക് എടുത്തിട്ട് ഇത് ഫുള്ള് വായിക്കാനായിട്ട് എടുക്കാം. അതിൻ്റെ ഒന്നും നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ദിവസം രാവിലെ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് മാക്സിമം കവർ ചെയ്യുന്നത് നമുക്ക് പറ്റുന്ന അത്രയും വരെ. ഇപ്പോൾ നമുക്ക് ഈസി പോർഷൻ ആണെങ്കിൽ നമുക്കന്ന് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ എടുക്കാമല്ലേ. നമുക്ക് ഒത്തിരി പാടുള്ള പോർഷൻ ആണെങ്കിൽ ആ ഒരു പേജ് തന്നെ നമുക്ക് പഠിച്ചാലും മതിയാവും. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഇപ്പം ഞാൻ അത് മാറ്റി വേറെ ടോപ്പിക്കും കൂടി നോക്കണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് എല്ലാ ദിവസവും കുറച്ച് നോക്കാം. 1 മണിക്കൂർ ഇതിനു വേണ്ടി സമയം കണ്ടെത്തും. എന്നിട്ട് വായിച്ച പോർഷൻസ് എൻ്റെ പേജിൽ മുകളിൽ ടിക്കിടും. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതെങ്കിലും ഒരു കളർ പെൻ വെച്ച് മാർക്ക് ചെയ്യും. നമുക്ക് അറിഞ്ഞൂടാത്ത പോർഷൻ മാത്രം അത് വേണമെങ്കിൽ ലാസ്റ്റ് വായിച്ചതിന് ശേഷം ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ പറയട്ടെ, ഇത്രയൊക്കെ സിമ്പിൾ ടിപ്സ് ട്രിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു തന്നാലും ഒരുപാട് പേര് ഇങ്ങനെ ഇത് വായിച്ച് തീർക്കുന്ന വീഡിയോസൊക്കെ കണ്ടാലും ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഇത് പറ്റണമെന്നില്ല, ഇത് തീർക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യാതിരിക്കരുത്. ഇത് തീർക്കാൻ പറ്റില്ല എന്ന് കരുതി നമ്മൾ ട്രൈ ചെയ്യാതിരിക്കരുത്. നമുക്ക് ഒരു മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒരു പേജ് ഒന്ന് വായിച്ച് നോക്കുക. ചിലപ്പോൾ തീരണമെന്നില്ല, പക്ഷെ നമുക്കൊരു അതിൽ നിന്ന് 2-3 പേജ് വായിക്കാൻ പറ്റിയ അത്രയും ആയില്ലേ, അങ്ങനെ ചിന്തിക്കുക. പിന്നെ എക്സാം മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി ഒരു ദിവസം വേണമെങ്കിൽ നമുക്കൊരു ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 3-3:15 വരെയൊക്കെ എടുത്ത് നമുക്ക് നോർമൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ്ങിനൊക്കെ പോകുന്നവർക്ക് അവിടെ തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് നമുക്കതിന് ആ ഒരു ചാൻസ് മിസ്സാവില്ലേ. അപ്പം നമുക്ക് ഇതുപോലെ തൊഴിൽ വാർത്ത അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ കൂടുതലും ഇതായിരിക്കും ഈസി ആയിട്ടുള്ളൊരു വേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. തീർക്കണമെന്നൊന്നും പറയുന്നില്ല. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന 1 പേജാണോ 2 പേജാണോ 3 പേജാണോ അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഒരുപാട് പേജുണ്ട്, എന്നെ കൊണ്ട് ഇത് കവർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് കരുതി നമ്മൾ ഇറങ്ങിയാൽ എന്തും നമ്മളെ കൊണ്ട് പറ്റും.
അത്ര തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.